الحمد لله رب العالمين ذا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبي سيدنا محمد صلى الله عليه وسلم وما إلى حضرات آبائه وإخوانه من الأنبياء والمرسلين الصحابة والتابعين وأهل بيت طيبين الطاهرين وما إلى حضرات جميع الأنبياء الأولياء العلماء الشهداء والزهداء والصديقين والصالحين وما إلى حضرات أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم يا رب العالمين اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته ووردنا حوضه المورود وانصرنا تحت ظل لوائه المعقود اللهم يسر أسيرنا وسهل أمورنا واصل مرادنا وقض حاجاتنا واشف أمراضنا يا رب العالمين اللهم بارك لنا في جميع أمورنا بركة دامة كما باركت على عبادك الصالحين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم إنا أسألك علما نافعا وعملا متقبلا ورزقا حلالا وأمرا في طاعتك طويلا اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدينا ولجميع أمة محمد صلى الله عليه وسلم يا ربنا شر ما قضيت ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين أما بعد. ذكر الأنبياء عبادة وذكر الصالحين كفارة. ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷറഫുദ്ദീൻ ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ റേഞ്ചിൻ്റെ സെക്രട്ടറി കൂടിയായ അഷ്റഫ് ഫൈസി ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് നമുക്ക് ഇൽമ് പകർന്നു തരാൻ ഇവിടെ എത്തിച്ചേർന്ന അബ്ദുസ്സമദ് റഹ്മാൻ ഉസ്താദ് അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഭാരവാഹികളായ അബ്ദുറഹ്മാൻ ഹാജി, ഹൈദറാജി, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന
നമ്മുടെ വാണിയന്നൂർ റേഞ്ചിൻ്റെ പരിധിയിൽപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ വലിയൊരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ മതിയായ പറ്റുന്ന ഒരു വലിയ സുഹൃതമായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള ഉസ്താദുമാരെ, വാണിയന്നൂർ റേഞ്ചിൻ്റെ കീഴിൽ സ്വദേശി റേഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന കഴിഞ്ഞ വർഷം നമ്മുടെ ഹാജി വസാർ മദ്രസിൽ വെച്ച് ഉണ്ടാക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ കീഴിൽ ഈ വർഷം വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മുടെ ജമിയത്തുൽ മുഅല്ലിമീൻ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ അവസരത്തിൽ ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ 13-ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞ കൈരളിയുടെ ആത്മീയ നേതൃത്വം മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അനുസ്മരണം എല്ലാ റേഞ്ചിലും സ്വദേശ റേഞ്ചിയുടെ കമ്മിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വാണിയന്നൂർ സ്വദേശി റേഞ്ചിൻ്റെ കീഴിൽ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. നാമൊക്കെ നിലകൊള്ളുന്ന മദ്രസ പ്രസ്ഥാനത്തിന് ഊടും ഭാവവും നൽകി ഈ സമുദായത്തിൻ്റെ നേതൃനിരയിൽ മുന്നണി പോരാളിയായിട്ട് മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നിലകൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഈ മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് തന്നെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ തുടങ്ങിക്കൊടുക്കുന്ന ഫാത്തിഹ സൂറത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഫാത്തിഹയുടെ ഒരു വിഹിതം മക്കയുടെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബാഫക്കി തങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വലിയ സന്തോഷകരമായ രീതിയിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. മഹാനായ ബാഫക്കി തങ്ങളുടെ ജീവിത ചരിത്രം വളരെ വലുതാണ്. വളരെ വിശുദ്ധമായ ജീവിതമായിരുന്നു ബാഫക്കി തങ്ങളുടെ ജീവിതം. RSSന്റെ മുഖപത്രമായ കേസരി എന്ന പത്രം ബാഫക്കി തങ്ങൾ വഫാത്തായ സമയത്ത് ആ പത്രം എഴുതി വിശുദ്ധ ജീവിതത്തിൻ്റെ വിശുദ്ധ അന്ത്യമെന്ന് കേസരി, RSSന്റെ കേസരി പോലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വലിയ ജീവിത വിശുദ്ധിയുടെ മഹൽ വ്യക്തിത്വമായിരുന്നു ബാഫക്കി തങ്ങൾ. ആ മഹൽ വ്യക്തിത്വത്തെ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. തരുണത്തിൽ നമ്മുടെ ഈ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഗമത്തിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ മുസ്ലിയാർ, നമ്മുടെ സ്വദേശി റേഞ്ചിൻ്റെ ചെയർമാൻ കൂടിയായ ഷറഫുദ്ദീൻ ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് റഹ്മാനി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ റേഞ്ചിൻ്റെ ഭാരവാഹികളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അബ്ദുറഹ്മാൻ ഹാജി, ഹൈദറാജി തുടങ്ങിയ വ്യക്തിത്വങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന ഉസ്താദുമാരെ അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ആ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ റേഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള അഷ്റഫ് ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ഏറ്റവും സമാദരണീയരായ യോഗാധ്യക്ഷൻ ഷറഫുദ്ദീൻ ഉസ്താദ്, നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട തങ്ങൾ, നമ്മുടെ ഈ സംഗമത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന റഹ്മാനി ഉസ്താദ്, വാണിയന്നൂർ റേഞ്ച് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതാക്കളായിട്ടുള്ള അബ്ദുറഹ്മാൻ ഹാജി, അതേപ്രകാരം തന്നെ ഐദറു ഹാജി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും നമ്മളിവിടെ ചെലവഴിക്കുന്ന സമയമൊക്കെ അവനിഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ നിർദ്ദേശപ്രകാരം 3-4 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ റേഞ്ച് തലങ്ങളിലും സ്വദേശത്തുള്ള ഉസ്താദുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്വദേശി റേഞ്ച് രൂപീകരിക്കണമെന്ന ആഹ്വാനപ്രകാരം എല്ലാ റേഞ്ചുകളിലും സ്വദേശ റേഞ്ചുകൾ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടതുപോലെ നടന്നിട്ടില്ല എങ്കിലും ഈ വർഷം മുതൽ അത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സെൻട്രൽ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതിൻ്റെ ആദ്യപടി എന്നോണം ഈ മാസം ജൂൺ 30 മുമ്പായി ദുൽഹജ്ജ് മാസത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ അനുസ്മരണം നടത്തണമെന്നും പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഉൾക്കൊള്ളുന്ന 1500 സദസ്സുകൾ ഉണ്ടാക്കണം എന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സ്വദേശി റേഞ്ച് നമ്മുടെ സാധാരണ റേഞ്ചിൻ്റെ ഉപഘടകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ നിർദ്ദേശങ്ങളും ഇതിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ റേഞ്ചുകൾക്കാണ് നിർദ്ദേശം വരുന്നത്. ആ റേഞ്ചുകളാണ് സ്വദേശ റേഞ്ചുകൾക്ക് നിർദ്ദേശം നൽകേണ്ടത്. മാത്രവുമല്ല, വ്യവസ്ഥാപിതമായ രൂപത്തിൽ തന്നെ ഇത് നടക്കണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ നേതാക്കൾക്കുണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ നിലവിൽ വരുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയൊക്കെ നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ സൈറ്റിലൊക്കെ കയറ്റേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാനായ ബാഫക്കി തങ്ങളുടെ അനുസ്മരണ, അതേപ്രകാരം തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും അല്ലാഹു അവിടുത്തെ ദറജ അധികരിപ്പിച്ചു കൊടുക്കട്ടെ. ഈ സമയത്ത് കൂടുതലായി ഒന്നും പറയുന്നില്ല. നമുക്കറിയാം, മഗ്‌രിബിൻപായി തന്നെ നമ്മുടെ പരിപാടി പിരിച്ചുവിട്ട് എല്ലാവർക്കും പള്ളിയിലും മറ്റുമൊക്കെ പോകാനുള്ളവരായിരിക്കും. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 കാലഘട്ടങ്ങളിൽ രൂപീകരിച്ചത് മുതൽ തന്നെ അതിൻ്റെ നേതൃപദവിയിലൊക്കെ ഉണ്ടായിരുന്നത് സയ്യിദന്മാരായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവ് തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. അങ്ങനെ നാം പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ നേതൃതലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് സയ്യിദന്മാരായിരുന്നു, തങ്ങന്മാരായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ചറിയാം. ഞാനത് നീട്ടി പറയുന്നില്ല. ഇവിടെ പറയപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസ പ്രസ്ഥാനം അഥവാ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത് മഹാനായിരിക്കുന്ന ബാഫക്കി തങ്ങളുടെ കാര്യവട്ടം സമ്മേളനത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. 1945-ലാണ് കാര്യവട്ടം സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ മഹാനായ ബാഫക്കി തങ്ങളുടെ പ്രസംഗം അത് ഒരു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണമെന്നതിലേക്ക് പ്രചോദനമായി എന്നതാണ്.
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 1951 രൂപീകരിക്കുന്നത്. 1945 മഹാനായ തങ്ങളുടെ പ്രസംഗം പ്രചോദനമായി 4-5 വർഷക്കാലം അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം 1951 ഈ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ മഹാനായിരിക്കുന്ന ബാഫക്കി തങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്നു എന്നതാണ്. മാത്രവുമല്ല, മഹാനവറുകള് സമസ്തയുടെ മുഷാവറ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ യോഗങ്ങളിലൊക്കെ മഹാനവറുകളായിരുന്നു അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്നത് എന്നും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഹത്തുക്കളായിട്ടുള്ള പണ്ഡിതന്മാർ അധ്യക്ഷ പദവിയിലേക്ക് മഹാനായ ബാഫക്കി തങ്ങളെ ക്ഷണിച്ചിരുന്നു കേന്ദ്ര മുഷാവറയിൽ വരുന്നതിൻ്റെ മുമ്പ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സയ്യിദന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ കേരളക്കരയിൽ ഒരുപാട് സയ്യിദന്മാർ, അവരുടെ കബീലകളും ഗോത്രങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമുക്കറിയാം പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആദരിക്കുകയും നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് കൊണ്ട് നമ്മൾ ഇന്ന് അതേ പാത തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പാണക്കാട് പൂക്കോയ തങ്ങളെ എൻ്റെ പ്രായക്കാരൊന്നും കണ്ടിട്ടില്ലെങ്കിലും അവരുടെ മക്കളൊക്കെ നമ്മൾ കണ്ടതും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരുമാണ്. മഹാനായിരിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചിരുന്നവരായിരുന്നു എന്ന് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. അതേ പ്രകാരം തന്നെ ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഇവരൊക്കെ സമസ്തയെയും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അവർ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് കേരളക്കരയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ഒക്കെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നീട്ടി പറയുന്നില്ല, നമ്മളെല്ലാവരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരാണ്. സമസ്തയുടെ പ്രവർത്തകന്മാരാകുമ്പോൾ മഹത്തുക്കളായ ആളുകളെ അംഗീകരിച്ചും ആ മഹത്തുക്കളായ ആളുകളെ അനുസരിച്ചും അവരുടെ പാത പിൻപറ്റിയും ജീവിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായിരിക്കുന്ന ബാഫക്കി തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ നീട്ടി പറയുന്നതിലൂടെ അനുസ്മരണ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. മഹാനവറുകളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു, അദ്ദേഹം മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വലിയ പ്രവർത്തനം നടത്തിയിരുന്ന മഹാൻ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഓടിയെത്തിയിരുന്നു എന്നതാണ്. നമുക്കറിയാം, തലശ്ശേരി കലാപത്തിന്റെ കാലഘട്ടത്തിലൊക്കെ മഹാനവറുകൾ അവിടെ ഓടിയെത്തിയ ആ പ്രദേശത്ത് തന്നെ സമാധാനം നിന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായിരിക്കുന്ന ബാഫക്കി തങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ പല ആളുകളും വന്ന് കാണും. മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് കാണുകയും റീത്ത് സമർപ്പിക്കുകയും അങ്ങനെ മഹാനവറുകളുടെ ജനാസ അമുസ്ലിങ്ങളായ ആളുകൾ കാണും. ആ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് വല്ലാത്ത വേദന ഉണ്ട്. അതിന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആഗ്രഹമുണ്ടായിരുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഹജ്ജ് യാത്രയയപ്പ് നൽകുന്ന സമയത്ത് ആ ഹജ്ജ് യാത്രയപ്പിൽ അദ്ദേഹം പ്രസംഗിച്ചു പോൽ, എൻ്റെ ജനാസ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കാണാൻ പാടില്ല എന്ന്. ആ ഹജ്ജിന് പോകുന്ന ആ വർഷത്തിലാണ് മഹാനവറുകൾ ഹജ്ജിൻ്റെ അമാലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദുൽഹജ്ജ് 13 അന്ന് മക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വഫാത്താവുകയും ജന്നത്തുൽ മുഹല്ലയിൽ അദ്ദേഹത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിൻ്റെ താഴെയായി അദ്ദേഹത്തെ മറവ ചെയ്യപ്പെടുകയും ചെയ്തത്. അതിന് വലിയ മഹത്വമുള്ള ആളായിരുന്നു മഹാനായ ബാഫക്കി തങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ ശേഷം ഇവിടെ ഒരുപാട് ആളുകൾ അതിൻ്റെ ആശംസകളും കാര്യങ്ങളൊക്കെ അർപ്പിക്കാനുണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഖൈറും ഹലാലുമായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി തരട്ടെ. മഹാനായ ബാഫക്കി തങ്ങളെ പോലത്തെ മഹത്തുക്കളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒക്കെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ഉമറാക്കളും ഉലമാക്കളും നിന്ന് പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മൾ ഈ അന്തരീക്ഷം ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്വാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ സംഗമത്തിൽ ബാഫക്കി തങ്ങൾ അനുസ്മരണത്തിന് വേണ്ടി അബ്ദുസ്സമദ് റഹ്മാനി ഓമച്ചപ്പോയ സദാവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലുസ് സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. ബഹുമാന്യരായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് അവർകൾ, ബഹുമാനപ്പെട്ട ഹൈദർ ഹാജി അടക്കമുള്ള കാരണവന്മാർ, മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ, റേഞ്ചിലെ ഉസ്താദുമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം എന്ന രൂപത്തിൽ നമുക്കിവിടെ ഒരുമിച്ച് കൂടുവാനും ഇതിൽ സംഗമിക്കുവാനും ഒക്കെ സാധിച്ചു. അള്ളാഹു അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെയും നമ്മുടെ മഹാന്മാരായ നേതാക്കളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അനുസ്മരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു മതഭക്തനായ രാഷ്ട്രീയക്കാരനായ മതഭക്തനുമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്നതാണ്. രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചതുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം തലങ്ങളിലും അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളർച്ചക്കും അത് ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് അതിൻ്റെ വേരോട്ടം നയിക്കുവാനും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പ്രധാനമായ കാരണമായിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സർവ പുരോഗതിക്കും അതിൻ്റെ പ്രചരണത്തിനും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. വലിയ ഒരുപാട് സംഭവ വികാസങ്ങൾ പറയേണ്ടതുണ്ട്. ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ചിലത് മാത്രം നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. യമനിലെ ഹൗലർ മൗത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് ബാഫക്കി തങ്ങളുടെ പിതൃപരമ്പര കേരളത്തിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗല ഐദീദ് എന്ന സയ്യിദിൻ്റെ മക്കളായ സയ്യിദ് അലവി, സയ്യിദ് അബ്ദുള്ള, സയ്യിദ് അബ്ദുറഹ്മാൻ, സയ്യിദ് അലി എന്നിവരുടെ സന്താന പരമ്പരയാണ് ബാ ഫക്കീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ, ഫക്കീഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നാണ്. ബാ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ ബാ എന്ന വാക്ക് ഉറുദുവിൽ ഉപയോഗിക്കുമ്പോൾ ഉടയവർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അർത്ഥം കിട്ടുന്ന അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ബാ ഫക്കീഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ മകൻ എന്ന അർത്ഥത്തിലാണ് ബാ ഫക്കീഹ് എന്ന് ഉപയോഗിച്ചിരുന്നത്. അത് ഹ്രസ്വമാക്കിക്കൊണ്ടാണ് അവസാനത്തെ ഹാഇനെ ഉച്ചരിക്കാതെയാണ് ബാ ഫക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ മക്കളാണ് ബാഫക്കി കുടുംബം.
ഉപ്പാക്ക് കർമ്മശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുണ്ടായതുകൊണ്ടാണ് അവരുടെ ഉപ്പയിലേക്ക് ചേർത്തിക്കൊണ്ട് ബാഫക്കി എന്ന് പറയും. ബാഫക്കി തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപ്പയായിരിക്കുന്ന മുഹമ്മദ് മൗല ഐരീദി എന്നവരുടെ മക്കൾ. ഞാൻ ഇവിടെ പേര് പറയപ്പെട്ട അവരുടെ മക്കൾ അവരൊക്കെ പണ്ഡിതന്മാരായി. ഇവര് ഈ കബീലയിൽ നിന്ന് ആദ്യമായി കേരളത്തിൽ എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബാഫക്കിയാണ്. സയ്യിദ് അഹമ്മദ് ബാഫക്കി ഹലർമൗത്തിൽ നിന്ന് AD 1770 കൊയിലാണ്ടിയിൽ എത്തിച്ചേർന്നത്. യഥാർത്ഥത്തിൽ അവർ കൊയിലാണ്ടിയിൽ എത്തിച്ചേർന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, കച്ചവടം വാണിജ്യം ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അവർ എത്തിച്ചേർന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായൊക്കെ പൊരുത്തപ്പെട്ട് ആളുകളുമായും ഇവിടുത്തെ ഹിന്ദുക്കളുമായൊക്കെ സഹവർത്തിത്വത്തിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു തൃഷ്ണയും ആഗ്രഹവും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ പ്രബോധന മേഖലയിലേക്ക് ശ്രദ്ധ പതിക്കുന്നത്. കോഴിക്കോട് ഭാഗത്തും കോഴിക്കോട് മുതൽ വടകര ഭാഗങ്ങൾ, വടകരയാണ് ഞാനൊക്കെ പഠിച്ചത്, കടമേരി റഹ്മാനി അറബി കോളേജ് വടകര പരിസരത്താണല്ലോ. അവിടെയുണ്ടായിരുന്ന ചെറിയ ചെറിയ പള്ളികൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബാഫക്കി തങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ വടക്കേ മലബാറിലും കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെ പള്ളികൾ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ പ്രധാനമായ പങ്ക് വഹിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ കേരളത്തിൽ നിന്ന് മുനഫറ എന്ന അവിടുത്തെ ഒരു പ്രഗത്ഭനായ ദീനി പണ്ഡിതനെ പുത്രിയെ വിവാഹം കഴിക്കുകയാണ്. ആ വിവാഹത്തിലാണ് സയ്യിദ് അബ്ദുള്ള ബാഫക്കി എന്ന പുത്രൻ ജനിക്കുന്നത്. സയ്യിദ് അബ്ദുള്ള ബാഫക്കി എന്ന പുത്രൻ ജനിക്കും. ഈ പുത്രനിലൂടെയാണ് യഥാർത്ഥത്തിൽ ആ പുത്രന് ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. സയ്യിദ് അബ്ദുള്ള ബാഫക്കിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഉണ്ടായ മക്കളിൽ ആ കുട്ടിക്ക് പിന്നെ കുട്ടികളായി മുഹമ്മദ് ഹാഷിം ബാഫക്കി, അബ്ദുറഹ്മാൻ ബാഫക്കി, മുഹമ്മദ് ബാഫക്കി, അലി ബാഫക്കി, ഷെയ്ഖ് ബാഫക്കി, സൈൻ ബാഫക്കി എന്ന് പറയുന്ന മക്കളുണ്ടായി. 7 മക്കൾ. അതിലെ മുഹമ്മദ് ബാഫക്കി എന്നവരുടെ മകനാണ് സയ്യിദ് മുഹമ്മദ് ബാഫക്കിക്ക് 7 മക്കൾ പിന്നീടുണ്ടാകും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ല, പക്ഷെ എന്നാലും ഇതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ ഉണ്ടാകുക എന്ന രൂപത്തിലാണ് പേര് വായിക്കുന്നത്. ഈ സയ്യിദ് മുഹമ്മദ് ബാഫക്കി എന്നവർക്ക് 7 മക്കളുണ്ടായി. 7 മക്കളിൽ ഒരാളാണ് അബ്ദുൽ ഖാദർ ബാഫക്കി. അബ്ദുൽ ഖാദർ ബാഫക്കി എന്നവരാണ് നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പിതാവ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പിതാവ് അബ്ദുൽ ഖാദർ ബാഫക്കി എന്നവരാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ജനിക്കുന്നത് 1905 എന്നും 6 എന്നും വിവിധങ്ങളായ രേഖകളിൽ നിന്ന് അറിയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 37ാമത്തെ പൗത്രനായാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ജനിക്കുന്നത്. വിദ്യാഭ്യാസം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അന്നൊക്കെ ഓത്തുപള്ളികളുടെ കാലഘട്ടമാണ്. ഓത്തുപള്ളിയുടെ പ്രത്യേകത, ഓത്തുപള്ളിയാണെങ്കിലും പള്ളി ദർശികളാണെങ്കിലും അന്ന് കണ്ടു പഠിക്കുക എന്നുള്ളത് ഈ പഠനത്തിൽ വളരെ പ്രധാനമാണ്. ഉസ്താദുമാരുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും ഉറക്കും ഭക്ഷണം കഴിക്കുന്നതും ഇടപഴകലൊക്കെ കണ്ടു പഠിക്കുക എന്നത് ദർസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അറബി കോളേജിൽ പഠിച്ചാൽ ഒരു പക്ഷേ അത്ര ലഭിക്കണമെന്നില്ല. ഞാനൊക്കെ അറബി കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ ഏറെ കൂടുതൽ ഒരു ധാർമ്മികമായ അന്തരീക്ഷം കുട്ടിയിൽ സ്വാധീനിക്കൽ, അവൻ്റെ വേഷത്തിൽ, അവൻ്റെ തലീക്കെട്ടിൽ, അവൻ്റെ താടി വെക്കുന്നതിൽ, അവൻ്റെ ഹെയർ കട്ടിങ്ങിൽ, അവൻ ഭക്ഷണം കഴിക്കുന്നതിൽ
അവന്റെ പെരുമാറ്റത്തിലൊക്കെ കൂടുതൽ പ്രതിഫലിക്കൽ ദർശി ജീവിതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ 3 വർഷം വെളിയങ്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ പള്ളി ദർസിലാണ് പഠിച്ചത്. 3 വർഷമേ പഠിച്ചിട്ടുള്ളൂ. ആ 3 വർഷത്തെ ആ പള്ളി ദർസിലെ പഠനമാണ് ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ ബാഫഖി തങ്ങളെ എത്ര വലിയ രാഷ്ട്രീയ മേധാവികളുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും തൻ്റെ മതബോധം പണയം വെക്കാതെ ജീവിക്കാൻ ബാഫഖി തങ്ങളെ പ്രേരിപ്പിച്ചത് ഈ ദർശി ജീവിതമാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ ഏറ്റവും പ്രധാനമായി ഓർക്കുന്നത്, ഈ 3 വർഷം പള്ളി ദർസിൽ പഠിച്ചു. പക്ഷേ ആ പള്ളി ദർസിലെ പഠനം പിന്നീട് അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. 12ാമത്തെ വയസ്സിൽ തൻ്റെ പിതൃവ്യന്റെ കൂടെ കച്ചവടത്തിനിറങ്ങി. അന്നത്തെ സാഹചര്യങ്ങൾ അതാണ്. അവരുടെ ഉപ്പാപ്പയും ഒക്കെ കച്ചവട താല്പര്യത്തിന് വന്നതാണ്. പക്ഷേ ഈ പള്ളി ദർസിൽ പഠിച്ചതിന് ശേഷം ചെറുപ്രായത്തിൽ തന്നെ അന്നത്തെ കുടുംബ സാഹചര്യങ്ങളും ഒക്കെ ആ രൂപത്തിലായതുകൊണ്ടാകാം കച്ചവടത്തിനിറങ്ങുകയാണ്. അങ്ങനെ ആദ്യമൊക്കെ വ്യത്യസ്തങ്ങളായ കച്ചവടം നടത്തി 26ാം വയസ്സിൽ സ്വന്തമായി അരിക്കച്ചവടം നടത്തിയിരുന്ന മഹാവ്യക്തിത്വമാണ്. നമ്മളിപ്പോൾ പണ്ഡിതന്മാരൊന്നും കച്ചവടം നടത്താൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്. പണ്ഡിതന്മാർക്ക് കച്ചവടം നടത്താലോ, ആർക്കും കച്ചവടം നടത്താം. പണ്ഡിതന്മാർ കച്ചവടം നടത്തുന്ന സമയത്ത് അതിൻ്റെ ദീനീയായ ഹുക്കുമുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഫിഖീന്റെ കിതാബിലൊക്കെ ഒരു വലിയ ബാബുൽ ബൈ എന്നാണ്. ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ എന്നാണ്. കച്ചവടവുമായി ബന്ധപ്പെടുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ പണമിടപാടുമായി ബന്ധപ്പെടുന്ന സംഗതിയാണ് കടമിടപാട്. അത് എഴുതി വെക്കണമെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കച്ചവടത്തിൽ ഏർപ്പെടുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് നമ്മുടെ ദീനി ചിട്ടകൾക്ക് വിരുദ്ധമാകരുത്, ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാകരുത്. സൂക്ഷ്മത കൂടുതൽ വേണ്ട കാര്യമാണ് കച്ചവടം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അറിയപ്പെട്ടിരുന്നത് സത്യസന്ധനായ കച്ചവടക്കാരനായിട്ട്, സത്യസന്ധനായ കച്ചവടക്കാരൻ. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൽ നിന്ന് സാധനം വാങ്ങുകയും ചെയ്തു. സത്യസന്ധനായ കച്ചവടക്കാരൻ. ഇപ്പോഴത്തെ കച്ചവടത്തിന്റെ ഒരു രീതി നോക്കിയാൽ തന്നെ എന്തൊക്കെ തട്ടിപ്പുകളാ. ഏത് കച്ചവടമാണെങ്കിലും അതിലൊക്കെ തട്ടിപ്പുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കിലോ പഞ്ചസാര തൂക്കി കൊടുക്കുകയാണെങ്കിൽ 1 കിലോ കറക്റ്റാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. 1, 5 അല്ലെങ്കിൽ 6, 7, 10ന്റെ താഴത്ത് ഇങ്ങോട്ടൊക്കെ തൂക്കുക. കാരണം കവറിന്റെ ഒരു തൂക്കം ഉണ്ടാവില്ലേ, ചെറിയ തൂക്കമാണെങ്കിലും അത് കൂട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയിലായിരിക്കണം. നമ്മൾ ഉള്ളി തൂക്കി കൊടുക്കുന്ന സമയത്ത് ഉള്ളിയുടെ തൊലിയല്ലല്ലോ വാങ്ങുന്നത്, അപ്പൊ തൊലി ഒഴിവാക്കിക്കൊണ്ട് തൂക്കി കൊടുക്കുക. ഇതൊക്കെ സത്യസന്ധതയുടെ അടയാളമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയത് കൊണ്ട് അന്ന് കേരളത്തിൽ അവർക്ക് അറിയപ്പെടുന്ന, അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന റേഷൻ കടകളിലൊക്കെ അരി എത്തിച്ചു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളായിരുന്നു. അത് കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പിന്നെ കോഴിക്കോടിലെ കോട്ട് റോഡിൽ കൊപ്ര കച്ചവടം തുടങ്ങി. ആ കച്ചവടങ്ങളിലൊക്കെ ഒരു പ്രധാനമായ വരുമാനം ഈ ദീനീ സേവനത്തിന് വേണ്ടി ഒരുക്കി വെച്ചു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് അത് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് തൊയ്യിബായിട്ട് മദ്രസക്കാണെങ്കിലും പള്ളിക്കാണെങ്കിലും അതിന് ഏത് ധർമ്മത്തിനാണെങ്കിലും കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുത്താൽ അത് അള്ളാഹു പ്രതിഫലം തരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വലിയ സന്തോഷത്തോടെ കച്ചവടം നടത്തുക എന്നുള്ളത് മോശമായിട്ട് ചില ആളുകൾ ചിത്രീകരിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് ഇപ്പോൾ ബാഫഖി തങ്ങൾ വലിയ കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വലിയ കച്ചവടക്കാരനാണ്, മരക്കച്ചവടം നടത്തിയിരുന്ന ആളാണ്. പൊളിഞ്ഞു, ചിലത് പൊളിയും, പൊളിയാത്തൊരാളുള്ളത്. ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാർ പൊളിഞ്ഞിട്ടുണ്ടാവും, കുറെ ആൾക്കാർ നന്നായിട്ടുണ്ടാവും. പൊളിയും പൊളിയാതിരിക്കും, അപ്പം ചെയ്യും. അതൊക്കെ കച്ചവടം നടത്തുക എന്നുള്ളത് ഒരു മൈനസ് അല്ല. അത് സത്യസന്ധമായിട്ട് കച്ചവടം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം നടത്തിയിരുന്നില്ലേ? ആയിഷ ഖദീജ ബിബിന്റെ കൂടെ കച്ചവടത്തിന് വേണ്ടി പോയിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നില്ലേ? ഇതൊന്നും ഒരു മൈനസ് ആയിട്ട് ഒരാൾക്കും എടുക്കാൻ പാടില്ല, അത് എടുത്തു പറയാൻ പാടുള്ളതല്ല. എന്തെങ്കിലും സത്യസന്ധതയ്ക്ക് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ
12 വയസ്സ് മുതൽ 26 വയസ്സ് ഉൾപ്പെടെ അന്നൊക്കെ കച്ചവടത്തിൽ വ്യാപൃതരായി. പിന്നീട് കച്ചവടത്തിന്റെ ആവശ്യാർത്ഥം 1949 ബർമയിലെ റംഗൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് റംഗൂണിൽ ഒരു കച്ചവടം നടത്തി. അവിടെ ഒരു കമ്പനി തന്നെ, ബാഫക്കി ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തന്നെ ഈ ബർമയിലുണ്ട്. അത് ബർമയിലെ ആൾക്ക് അവരുടെ പിതാവും അവരുടെ കൂട്ടുകുടുംബങ്ങളും ഒന്നായിട്ട് നടത്തുന്ന ഒരു കമ്പനിയായി. അതിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പങ്കാളിയായിരുന്നു. അവിടെ ബാഫക്കി തങ്ങളുടെ ഈ കച്ചവടത്തിലെ സത്യസന്ധത കാരണം അവിടുത്തെ ആ രാജ്യം ടാക്സ് പിരിച്ചിരുന്നില്ല, ചുങ്കം പിരിച്ചിരുന്നില്ല. വരുന്ന സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് ചുങ്കം പിരിക്കാറില്ലായിരുന്നു ബാഫക്കി തങ്ങളുടെ ഈ കച്ചവടത്തിൽ. അത് നമുക്ക് വലിയൊരു മാതൃകയാണ് കച്ചവടത്തിൽ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഞാനിവിടെ മൊത്തം കച്ചവടം പറയാൻ വേണ്ടിയല്ല, അതിൻ്റെ ആ തുടക്കം എന്ന രൂപത്തിൽ വരികയാണ്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പിന്നീട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് 1940-കളിലാണ്. 1940 സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപം കൊണ്ടത് 1926-നാണ്. 1934-ലാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നത്. ശേഷം 1926, 30, 40 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അടക്കമുള്ളവർ സമസ്തയുടെ നിർദ്ദേശങ്ങൾ, സമസ്ത ബാഫക്കി തങ്ങളുടെ അമ്മാവനാണ് യഥാർത്ഥത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ബഹുമാനപ്പെട്ട ബാഫക്കി അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അമ്മാവനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അപ്പൊ ഈ ആദർശബന്ധിതമായി ബാഫക്കി തങ്ങളുടെയും ബാഫക്കി തങ്ങളുടെ കുടുംബത്തിന്റെയും ആദർശം തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദർശം എന്ന് മനസ്സിലാക്കി അന്ന് പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തൊന്നുമില്ലെങ്കിലും പല യോഗങ്ങളിലും പിന്നെ മറ്റു കൺവെൻഷനുകളിലൊക്കെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ 1937-38 കാലത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് വരുന്നത്. ആദ്യം ബാഫക്കി തങ്ങൾ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി, വോട്ട് നേടാൻ വേണ്ടി പ്രചരണത്തിലൊക്കെ പങ്കെടുത്തായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇന്ത്യൻ മുസ്ലിങ്ങളോട് ചെയ്ത അനീതിയുടെ പശ്ചാത്തലത്തിലാണ് 1906 കാലഘട്ടങ്ങളിൽ ഈ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. അന്ന് ഡാക്കയിൽ വെച്ച് രൂപീകരിക്കും. ഏതായിരുന്നാലും 1938-ലാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ലീഗിലേക്ക് വരും. അന്ന് യഥാർത്ഥത്തിൽ മുജാഹിദ് നേതൃത്വത്തിലായിരുന്നു ലീഗ് നടന്നത്. അതൊരു അതിൻ്റെതായ ഒരു പ്രവർത്തന രീതിയുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ആളുകളൊക്കെ സയ്യിദന്മാരുടെ കൂടെയായിരുന്നു. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നതോടുകൂടെയാണ് കേരളത്തിലെ ആളുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെയാണ്? അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെയാണ്, ജീവിതം നോക്കിക്കൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ 1938 ലീഗിലേക്ക് വരുന്നു. 1943 കോഴിക്കോട് ടൗൺ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറുകയാണ്. 1947 വിഭജനം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സത്താർ സേട്ട് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തി. അദ്ദേഹം മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം പാകിസ്ഥാനിലേക്ക്, വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെയായിരുന്നു. അങ്ങനെ 1956 സംസ്ഥാന മുസ്ലിം ലീഗിന്റെയും 1972 മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് ആവുകയും ചെയ്തു ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളിലും, എല്ലാ കൺവെൻഷനുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി, തൻ്റെ ആളുകൾക്ക്, തൻ്റെ അനുയായികൾക്ക് കൊടുക്കുന്ന സംഗതി, നമ്മെക്കൊണ്ട് ഒരു സമുദായത്തിനും ഒരു ഹാനി ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നതാണ്. ഒരു സമുദായത്തിനും ഒരു കുടുംബത്തിനും നമ്മെക്കൊണ്ട് ഹാനി ഉണ്ടാകാൻ, ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അത് ക്രൈസ്തവ സമുദായമാണെങ്കിലും ഹൈന്ദവ സമുദായമാണെങ്കിലും ഒരു സമുദായത്തിനും ഉണ്ടാകാൻ പാടില്ല
എന്ന ഒരു വളരെ വിനയമുള്ള രീതിയിലൂടെ, അതുകൊണ്ടാണ് ഒരുപാട് RSSകാർ അടക്കം ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്കൊരു ദിവസം നിസ്കാരത്തിന് സമയമായപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് അടുത്തുള്ള RSSകാരൻ അപ്പുറത്തെ വീട്ടിൽ പോയി, അന്ന് പാളയായിരുന്നു, പാള കുത്തി ആ പാളയിൽ വെള്ളം കോരി ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്ക് ഉളു ഉണ്ടാക്കാൻ RSSകാരൻ വെള്ളം പാർന്നു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സത്യസന്ധമായ രൂപത്തിലായിരുന്നു അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം നിസ്കരിക്കണമെന്നായിരുന്നു. ലീഗുകാരോടൊക്കെ നിസ്കരിക്കണം, ആദ്യം ഇസ്ലാമാകുക, പിന്നീട് മുസ്ലിം ലീഗുകാരനാകുക എന്ന വലിയ ഒരു സന്ദേശം ബാഫക്കി തങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ യോഗത്തിലും തൻ്റെ അനുയായികൾക്ക് കൊടുക്കും. നിസ്കരിക്കാത്തവരൊന്നും ലീഗിൽ വേണ്ട എന്നൊക്കെ ബഹുമാനപ്പെട്ട മുജീബ് തങ്ങൾ കൊന്നാരെഴുതിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുസ്തകത്തിൽ ബാഫക്കി തങ്ങളെ പറ്റി പറയുന്ന സ്ഥലത്ത് കാണുക. അതുകൊണ്ട് നിസ്കാരത്തിൽ കണിശത പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അതുമാത്രമല്ല, നിസ്കാരത്തിൽ കണിശത പുലർത്തി എന്ന് മാത്രമല്ല, കുടുംബത്തെയും തൻ്റെ അനുയായികളെയും ഒക്കെ അതിന് പ്രേരിപ്പിക്കുന്നവരെ. നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ ഫമൻ തറക സ്വലാത്ത ഫഖദ് കഫറ എന്നാണല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ പണ്ഡിതന്മാരാണ്, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. നമ്മളെ നാടുകളിൽ പോയാലും നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ജമാഅത്തിലൊക്കെ സജീവമായി 5 വക്തിലും പങ്കെടുക്കുകയും അതിലൊക്കെ ഭാഗവാക്കാവുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ ഒരു ബാധ്യതയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പള്ളികളിലും ഒക്കെ നമ്മൾ പങ്കെടുക്കേണ്ട. അപ്പം നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ബാഫക്കി തങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 1961 ഒരു ഹജ്ജ് യാത്ര പോകും. ഹജ്ജ് യാത്ര പോകും. 22 ഹജ്ജ് ബാഫക്കി തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹജ്ജ് യാത്ര സമയത്ത് 1962 ഹജ്ജ് യാത്ര പോകുന്ന സമയത്ത് ഹജ്ജ് യാത്രൻ്റെ ഇടയിൽ വിമാനത്തിന് കേടുവന്നു, എഞ്ചിൻ കേടുവന്നു എന്ന ഒരു വാർത്ത, ഒരു വിവരം ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും ലഭിക്കുകയാണ്. ഈ സമയത്ത് ബാഫക്കി തങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടാതെ മാനസികമായി, ഇപ്പം നമ്മളൊരു പോകുന്ന സമയത്ത് വിമാനം കേടുന്നു എന്നാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൊക്കെ ചെല്ലുന്ന നല്ല അത്രതാണ്. മറ്റുള്ളവരാണെങ്കിൽ ഒച്ചപ്പാടും വളക്കം ഉണ്ടാക്കും. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ബാത്റൂം പോയി ഒളു എടുത്ത് വന്ന് ആ 2 സീറ്റിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ് ചെയ്തത്. 1962 ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട്. ഈ ഹജ്ജ് യാത്രയിൽ യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് ഈ ജിദ്ദയിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ബഹ്റൈനിൽ ഇറങ്ങിയതിന് ശേഷം ഏകദേശം ദുൽഹിജ്ജ 6 പുറപ്പെട്ടത്. പക്ഷേ 7 ബഹ്റൈനിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് ബഹ്റൈനിൽ നിന്ന് ജിദ്ദയിലേക്ക്, സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ഈ സമയത്ത് ഒരുപാട് അസ്വസ്ഥനാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അന്നത്തെ ഇന്ത്യൻ എംബസിയുമായും അതേപോലെ സൗദി ഗവൺമെൻറ്റുമായും ഒക്കെ ബന്ധപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം സൗദി അറേബ്യ ഫ്ലൈറ്റ് തയ്യാറാക്കി കൊടുക്കുകയും അതിൽ 61 ആളുകളെ മാത്രമേ കയറ്റാൻ പറ്റുകയുള്ളൂ എന്ന ഒരു സാഹചര്യമുണ്ട്. 62 ആളുകളാണുള്ളത്, 61 ആളെ കയറ്റാൻ പറ്റുകയുള്ളൂ. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ കരഞ്ഞു പറഞ്ഞു, ഞങ്ങളെ കൂടെയുള്ള ഒരാളെ കയറ്റാതെ ഈ ഫ്ലൈറ്റ് പുറപ്പെടാൻ പാടില്ല. അങ്ങനെ ബാഫക്കി തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 62 ആളുകളെയും കൂട്ടി ഹജ്ജ് യാത്ര പുറപ്പെട്ടു. ഞാൻ വന്നത് ഈ ഫ്ലൈറ്റിൻ്റെ എൻജിൻ കേട് വന്നിട്ടും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം നിസ്കാരത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെയും കൂട്ടി 1951 ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വേണ്ടി പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം. അദ്ദേഹത്തെ അത് സ്മരിച്ചുകൊണ്ട് ടി.സി. കരുണാകരൻ ആരാന്ന് നമുക്കറിയില്ല. അതിപ്പോൾ ഇവിടുത്തെ വയസ്സായ ആളുകൾക്ക് അറിയായിരിക്കും. നമ്മളെ കാലത്തുണ്ടായ കരുണാകരൻ അല്ലല്ലോ, അല്ലല്ലേ? ആണോ? കെ. കരുണാകരൻ. അപ്പൊ ടി.സി. കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ്,
അദ്ദേഹവും ബാഫക്കി തങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോകുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന ഒരു കോഴിക്കോട് ഭാഗത്താണ്. മടങ്ങി വരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് വണ്ടി ഒരു ചളിയിൽപ്പെട്ടു. അത് പോകുന്നില്ല, സ്ലിപ്പായി. അതിൻ്റെ ടയർ സ്ലിപ്പായി. ഉന്താനൊന്നും ആളില്ല. ആകെ ഡ്രൈവറും കരുണാകരനും ബാഫക്കി തങ്ങളാണ് വണ്ടിയിലുണ്ട്. ഒരുപാട് ശ്രമം നടത്തിയതിന് ശേഷം ഒന്നും വണ്ടി മുന്നോട്ട് പോയില്ല. ഈ സമയത്ത് കരുണാകരൻ അനുസ്മരിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ആ സമയത്ത് അപ്പുറത്തുള്ള ഒരു ഉണങ്ങിയ സ്ഥലത്ത് പോയി 2 റക്അത്ത് നിസ്കരിച്ച് വന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി എന്ന സംഭവം. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം പറയാറുണ്ട്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ പള്ളിയിൽ പോയോ അല്ലാതെയോ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇത് പൂക്കോയത്തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൂക്കോയത്തങ്ങളുടെ അടുക്കിലേക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളുമായി ചെന്നാൽ അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി തോന്നിയാൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് അതിന് ഒരു പാമ്പ് ചുറ്റിയ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മതനിഷ്ഠയിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ പ്രാമുഖ്യം കൊടുത്തിരുന്ന ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. നമുക്ക് സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ. ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ 1945 ഒരു മുഷാവറ യോഗം. മുഷാവറ യോഗത്തിൽ വായക്കാട് ദാറുൽ ഉലൂം, അന്നത്തെ ഒരു ദർസ് നടക്കുന്ന സ്ഥാപനം, ആ ദാറുൽ ഉലൂം സമസ്തയുടെ നേതൃത്വത്തിലും സമസ്തയുടെ ആദർശത്തിന് കീഴിലും ആകണമെന്ന് നിർദ്ദേശം ഉണ്ടാവുകയുണ്ടായി. അതിനെ കാര്യങ്ങൾ ഒന്ന് ബോധിപ്പിക്കുവാനും അതിൻ്റെ മേധാവികളെ ബോധ്യപ്പെടുത്തുവാനും ഒക്കെ നിയമിച്ചത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെയാണ്. ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിന് നേതൃത്വം നൽകുകയും അങ്ങനെ വായക്കാട് ദാറുൽ ഉലൂം സമസ്തയുടെ കീഴിൽ, സമസ്തയുടെ ആശയ ആദർശങ്ങൾക്ക് കീഴിൽ പഠിപ്പിക്കുവാനുമുള്ള സമ്മതം ലഭിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ 1949 കോഴിക്കോട് നടന്ന മുദാക്കര പള്ളിയിൽ നടന്ന മുഷാവറ യോഗത്തിലൊക്കെ അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ സാമൂഹിക സേവന രംഗത്തേക്ക് എടുത്തു വരുമ്പോൾ വലിയ സേവനം ചെയ്യുന്നവരായി. അതായത് നമ്മളൊക്കെ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയാൽ പിന്നൊക്കെ കൽപ്പനകളാണ്. ഒരു പഞ്ചായത്തിലൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിനൊക്കെ വരുമ്പോൾ വോട്ട് ചോദിച്ചു വരുന്ന സമയത്തൊക്കെ വലിയ താഴ്മയും വിനയാണ്. വോട്ട് നേടിയിട്ട് അവർ ഏതെങ്കിലും മെമ്പറോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആയാൽ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പോയാൽ അവരൊരു ശുണ്ടി. പണ്ട് നമ്മളെ അടുത്തേക്ക് കൈ കൂപ്പി വന്ന ആള് പിന്നെ അവിടുത്തേക്ക് ഒരു പേപ്പർ ഒപ്പിടാൻ പോകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നൊരു ഗർവ് എത്രയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലായത്, ഈ സ്ഥാനങ്ങളൊക്കെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉന്നത സ്ഥാനങ്ങളുണ്ട്, അതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാനങ്ങളിലുണ്ട്. ഇങ്ങനൊക്കെ സ്ഥാനങ്ങളിലുള്ള ആളായിട്ട് പോലും ഹജ്ജിന് പോകുമ്പോൾ 22 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകുമ്പോഴൊക്കെ പ്രധാനമായി ഹജ്ജാജികൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് നിരന്തരം. ഇപ്പൊ നമ്മളെ KMCC ആണെങ്കിലും ആളുകളൊക്കെ ആണെങ്കിലും സേവനം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു നേതാവ് രംഗത്തിറങ്ങി സേവനം ചെയ്തു എന്നുള്ളത് ഒരുപാട് സേവന പ്രവർത്തനങ്ങളെ ബഹുമാനപ്പെട്ട ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ഒരു ലീഗിന്റെ ഒരു പ്രചരണത്തിന് വേണ്ടി വയനാട്ട് പോയപ്പോൾ ഒരു സ്ത്രീ ബാഫക്കി തങ്ങളെ കാണണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ ഒരു വയസ്സായ സ്ത്രീ വാശി പിടിച്ച സ്ത്രീയുടെ കാണാൻ ചെന്നപ്പോൾ എന്തേ കാര്യം ചോദിച്ചപ്പോൾ, ഞാൻ ഹജ്ജിൽ മിനയിൽ ടെന്റിലാവുമ്പോൾ എനിക്ക് പ്രധാനമായി സേവനം ചെയ്തിരുന്നത് നിങ്ങളായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതാണ് എന്ന് ബാഫക്കി തങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പൊ സാമൂഹിക സേവന രംഗത്ത് വലിയ മാതൃക കാണിച്ച വ്യക്തിത്വം. അത് നേതാക്കന്മാരായ ആളുകൾക്കൊക്കെ സയ്യിദുൽ ഖൗമി ഖാദിമുഹു എന്നാണ്. നമ്മളിപ്പോ ഒരു പണ്ഡിതനാണ് എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അടുക്കളയിൽ വീട്ടിൽ പോയാൽ ഭാര്യന്റെ മുമ്പിലും ഒക്കെ പണ്ഡിതനായി ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കല്ലോ, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ സേവനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. അതിനെ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഫീ മിഹാനി ബൈത്തിഹി എന്നാണ്. തന്റെ വീട്ടിലെ ആടിനെ കറക്കൽ റസൂലുള്ളയാണ്, ചെരുപ്പ് വൃത്തിയാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, വീട്ടിലെ അടുക്കളയിലെ ജോലികൾ ചെയ്തിരുന്നു. അപ്പൊ ഈ രംഗത്തൊക്കെ ബാഫക്കി തങ്ങൾ വലിയ മാതൃകയാണ്.
അപ്പോൾ നമുക്കും ഈ മാതൃകളൊക്കെ ഉൾക്കൊള്ളണം. നമ്മളെന്ത് പ്രസിഡന്റ് ആയാലും, മദ്രസൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും, മഹലിൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും, സെക്രട്ടറി ആണെങ്കിലും, നമ്മളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണ്, എവിടെയാണ്. ഇത് ബാഫക്കി തങ്ങളിലൂടെ നമുക്ക് കാണിച്ച തന്ന ഒരു മാതൃകയാണ്. 1951 മാർച്ച് 23 വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത്. വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററായിട്ടാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ വരുന്നത്. 1951 ഇവിടെ സൂചിപ്പിച്ചു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. 1945 കാര്യവട്ടത്ത് നടന്ന ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിലാണ് വിദ്യാഭ്യാസത്തിന് ബോർഡിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു. അന്നത്തെ ആലിമീങ്ങളൊക്കെ അത് സശ്രദ്ധം വീക്ഷിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ 4-5 വർഷം അതിനെക്കുറിച്ച് ദീർഘമായ പഠനം നടത്തിയതിന് ശേഷമാണ് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത്. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചപ്പോൾ വലിയ സാമ്പത്തിക ഞെരുക്കം, വലിയ പ്രയാസമാണ്. അന്ന് അണ മുക്കാല് എന്നൊക്കെയുള്ള സാമ്പത്തിക വിക്രയങ്ങളാണ് നടന്നിരുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം നേരിട്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയായപ്പോ അവിടെ അതിനുശേഷം കൂടിയ ഒരു യോഗത്തിൽ 17 പണ്ഡിതന്മാർ പങ്കെടുത്തു. 17 പണ്ഡിതന്മാരിൽ നിന്നും സാധാരണ നമ്മൾ യോഗത്തിന് വന്നാൽ പെടുന്നൊക്കെ പറയില്ലേ, യോഗത്തിന് വന്ന ആൾക്കാരിൽ നിന്ന് തന്നെ പിരിവ് നടത്തുന്നുള്ളത്. അന്ന് യോഗത്തിൽ പങ്കെടുത്ത 17 പണ്ഡിതന്മാരിൽ നിന്നും 1 രൂപ വെച്ചിട്ട് വിദ്യാഭ്യാസ ബോർഡിന് കൊടുക്കണം എന്ന് പറഞ്ഞു. 1 രൂപ, ഒരു ഉസ്താദ് 1 രൂപ കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ 17 രൂപയുള്ളൂ. 17 രൂപയുള്ളൂ. ഈ 17 രൂപ കൊണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകില്ല. അങ്ങനെ പോകാതെ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ ഉമറാക്കളിൽപ്പെട്ട ഒരാളാണ് കോഴിക്കോട് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. അദ്ദേഹം 5 രൂപ കൊടുത്തു. അദ്ദേഹം 5 രൂപ കൊടുത്തു. അപ്പൊ 17 + 5 22 രൂപയാണ്. 22 രൂപ. അന്ന് കുറച്ചൊക്കെ സാമ്പത്തികമായി മുന്നിട്ട് നിന്ന മഹാവ്യക്തിത്വത്തിനുടമയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ. അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ വലിയ നേതാവായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. അബ്ദുൽ ബാരി ഉസ്താദ് 25 രൂപ കൊടുത്തു. അങ്ങനെ 47 രൂപയുമായിട്ടാണ് 1951 വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് വിദ്യാഭ്യാസ ബോർഡിന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ പശ്ചാത്തലം ഒരുക്കിയത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളാണ്. പിന്നെയും സാമ്പത്തികമായി പ്രയാസം ഉണ്ടായതുകൊണ്ട് തൻ്റെ നാടായിരിക്കുന്ന കൊയിലാണ്ടിയിൽ ഒരു വലിയ വയല് സംഘടിപ്പിച്ച് ആ വയൽ കിട്ടുന്ന സംഖ്യ കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം എന്ന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ നിർദ്ദേശിക്കുകയും അതിന് കർമ്മരംഗത്തിറങ്ങി ആളുകളുടെ അന്നത്തെ പ്രചരണം എത്തിച്ചതൊക്കെ ബാഫക്കി തങ്ങൾ മാത്രമാണ്. വളരെ ചുരുക്ക ആളുകൾ മാത്രമേ ഇതിൽ ദീനീ രംഗത്ത് ഒരാളുണ്ടാവും. ഒരു യൂണിറ്റിൽ 1-2 ആൾക്കാരുണ്ടാവും. ഒരു യൂണിറ്റിൽ അധികം ആൾക്കാർ വേണ്ട. പ്രവർത്തിക്കുന്ന 1-2 ആൾക്കാർ സജീവമായിട്ടുണ്ട്. എന്നാൽ അവരെ കൂടെ ദീനീ സ്നേഹികളൊക്കെ ചെയ്തു. ഇത് മുന്നിട്ട് ഇറങ്ങാൻ ഉണ്ടാവില്ല. ഏത് വിഷയത്തിലാണെങ്കിലും മുന്നിട്ട് ഇറങ്ങാൻ. ഇപ്പൊ മുസാദന്റെ ഫണ്ട്, അത് ജാരിയന്റെ ഫണ്ടില്ല, മറ്റേ ഫണ്ടില്ല, ആ ഫണ്ടില്ല, ഈ ഫണ്ടില്ല ഒക്കെ ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ ഫണ്ടുണ്ടാവും. ഫണ്ടിങ് നടക്കും. ഫണ്ടിങ് നടക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഈ പിരിവുണ്ടാവും. അപ്പൊ പിരിവ് ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ദീനന്നെ പിരിവല്ലേ. മുഅ്തദ് യുദ്ധത്തിന് പോയപ്പോൾ സഹാബത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. മുഅ്തദ് യുദ്ധത്തിന് പോകുമ്പോൾ ഒന്നുമില്ല സാധനം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാ പൈസ ഉള്ള ആൾക്കാർ? പൈസ ആരെടുത്തില്ല. നബി, യുദ്ധത്തിൽ ഞങ്ങൾ വെട്ടിക്കോളാം, യുദ്ധത്തിന് പങ്കെടുത്തോളാം, പൈസ തരാ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശരീരം തരാം, പക്ഷേ പൈസ ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരീരം തരാം, പൈസ ഇല്ല, ആയത്തും പൈസ ഇല്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കില്ല, കാരണം ആരോഗ്യമില്ല. പക്ഷെ ഈ യുദ്ധത്തിന് വേണ്ട മുഴുവൻ സാമഗ്രികളും ഞാൻ തരാം. ഒറ്റ ആളിട്ട്. അപ്പൊ ഇത് പിരിവ് എന്നുമ്പോഴത്തിന് ആകെ ചടക്കേണ്ട ആവശ്യമില്ല. പിരിവ് ഉള്ളത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ദ്വാരം കൊടുക്കുക. വീട്ടിലേക്ക് ഒരാൾ യാചകം വരുന്നു, എന്നും യാചകം. ഇപ്പൊ അങ്ങാടി റോഡിന്റെ അടുത്തേക്കൊക്കെ ആകുമ്പോൾ എന്നും വീട്ടിൽ ആൾക്കാർ വരും. ആൾക്കാർ വന്നിട്ട് അമ്മസായിലെ പലാ തെൻഹർ ആട്ടി ഓടിക്കണ്ട. അപ്പൊ ഇതൊക്കെ
ഈ ബാഫയ്ക്ക് തങ്ങളുടെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇതുപോലുള്ള അനുഭവങ്ങൾ ലഭിക്കും. അപ്പോൾ ബഅല് നേടിയ അന്ന് 1500 രൂപയാണ് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ മുഖേന പിരിച്ചെടുത്തത്. ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളുടെ നിർദ്ദേശം തന്നെയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പുസ്തകം അടിക്കാൻ തീരുമാനിച്ചതും അതിനുള്ള നിർദ്ദേശം നൽകിയതും ബാഫയ്ക്ക് തങ്ങളാണ്. ബാഫയ്ക്ക് തങ്ങളാണ് ഈ മദ്രസ പ്രസ്ഥാനം കേരളക്കരയിൽ പരന്ന് വ്യാപിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് ഒരു വിദ്യാർത്ഥി ഒരു ഫാത്തിഹ ചെല്ലുന്നുണ്ടെങ്കിൽ, ഒരു സലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു വിഹിതം ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളുടെ ഹദറത്തിലേക്ക് അത് എത്തിച്ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളുടെയും ശംസുൽ ഉലമയുടെയും ഒരു ആഗ്രഹപ്രകാരമായിരുന്നു പട്ടിക്കാട് ജാമിയ നൂരിയ 1963 രൂപീകരിക്കപ്പെട്ടു. കാരണം ബാക്കിയാത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹസ്രത്തുമാര് ബാഫയ്ക്ക് തങ്ങളോട് പ്രത്യേകമായി നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, നമ്മളെ കേരളത്തിൽ ഇങ്ങനൊരു വിദ്യാഭ്യാസ സമുച്ചയം വേണം. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രൂപത്തിലാണ് ബാഫയ്ക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ 1963 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അതിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. 1963 ഈ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളുടെ മുഴുവൻ സമ്പത്തും തൻ്റെ പ്രയത്നങ്ങളൊക്കെ ആ സ്ഥാപനത്തിൻ്റെ ഉത്തങ്കരിക്ക് വേണ്ടി, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയുണ്ട്. അങ്ങനെയാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ വളർന്നു വരുന്നത്. അതിനു മുമ്പ് ഇസ്ലാഹുലും അറബി കോളേജ് അന്നൊരു മദ്രസയായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതൊക്കെ സമസ്തയുടെ കീഴിലാകുന്നതൊക്കെ ബാഫയ്ക്ക് തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പം ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക, ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം മതരംഗത്തുള്ള ആലിമീങ്ങളും സയ്യിദന്മാരും, രാഷ്ട്രീയ രംഗത്തുള്ള ആലിമീങ്ങളും സയ്യിദന്മാരും സാധാരണക്കാരും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും ഒന്നും യാചിക്കേണ്ടി വരികയില്ല. നമ്മൾ നമ്മുടെ അടിസ്ഥാനപരമായ ഇസ്സത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു തളർച്ചയും ഒരു പ്രയാസം വരികയില്ല. അതാണ് ബാഫയ്ക്ക് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. അത് ചില വിഷയത്തിലൊക്കെ അതിൻ്റെ സഹിഷ്ണുതകളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ നമുക്ക് മാതൃകയായി. നമുക്കൊക്കെ അറിയാം, ഹജ്ജ് യാത്ര അവസാനമായി പ്രവർത്തന കാര്യക്ഷമമായി നടക്കുന്നു. 1972 ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അങ്ങനെ 72 അവസാനത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വിദ്യാർത്ഥി സംഘടന നൂറുൽ ഉലമ ബാഫയ്ക്ക് തങ്ങൾക്കൊരു യാത്രയയപ്പ് നൽകുകയുണ്ട്. ബാഫയ്ക്ക് തങ്ങൾക്ക് യാത്രയയപ്പ് നൽകിയപ്പോൾ അതിൽ തൻ്റെ മരണത്തെ സംബന്ധിച്ചും താൻ അവശനായി. കാരണം ശാരീരികമായിട്ട് വലിയ ഉദിപ്പ് തോന്നിയിരുന്ന ആളാണ്. ഉള്ളിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ചെറിയ രോഗം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ പെട്ടെന്ന് പ്രകടമാകും. ചില ആളുകൾക്ക് വലിയ രോഗം ഉണ്ടെങ്കിലും ശരീരത്തിൽ പ്രകടമാകില്ല. പക്ഷെ വലിയ രോഗങ്ങൾ ഉണ്ടായിട്ടും ബാഫയ്ക്ക് തങ്ങൾക്ക് അത് പ്രകടമായി. അപ്പൊ ബാഫയ്ക്ക് തങ്ങൾ പ്രസംഗിക്കുകയാണ്, എന്നെ കണ്ടിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നെ രോഗമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ ഒരുപാട് രോഗത്തിന് അഡിക്റ്റാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളിൽപ്പെട്ട ആളുകൾ, അന്നത്തെ നൂറുൽ ഉലമയുടെ ഇതിൽ പണ്ഡിതന്മാരോട് പറയാണ്, പണ്ഡിതന്മാരോട് ചെയ്യേണ്ട ബാധ്യതയിൽ പറയാണ്, അന്നത്തെ പണ്ഡിത ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ നിർദ്ദേശിക്കുന്നു. ലീഗിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പച്ച പതാക ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഇസ്സത്തിന് കോട്ടം തട്ടാത്ത രൂപത്തിൽ അത് വേണ്ടപ്പെട്ട ആളുകൾ ഏറ്റെടുക്കുകയും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും ലീഗിന്റെ യോഗത്തിലും സമസ്തയുടെ യോഗത്തിലും പിന്നെ വിദ്യാർത്ഥി സംഘടന യോഗത്തിലൊക്കെ ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ നിർദ്ദേശിക്കുന്നത് അവരുടെ സ്മരണകളിൽ നിന്ന് വായിച്ചെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹജ്ജ് യാത്ര പോയി. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ദുൽഹിജ്ജ് 8 മിനയിൽ താമസിക്കുക എന്നുള്ളതാണ്. മിനയിൽ താമസിക്കുന്ന സമയത്ത് വലിയ രോഗമുണ്ട്, ശക്തമായ പനിയുണ്ട്, ശാരീരികമായ അവശതകളുണ്ട്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള പ്രയാസം ബാഫയ്ക്ക് തങ്ങളെയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും ഒക്കെ പിടികൂടിയിട്ടുണ്ട്.
ഈ സമയത്ത് ബാഫക്കി തങ്ങൾ പറഞ്ഞു, തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞ് മിനയിലേക്ക് പോയി. മിനയിൽ നിന്ന് അർഫയിലേക്കും അർഫയിൽ നിന്ന് മുസ്ദലിഫയിൽ രാപ്പാർത്ത് അതിനുശേഷം ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം പിന്നെ ഇഫാദത്തിന്റെ തൊവാഫ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ തൊവാഫിന്റെ 3 റൗണ്ട് പൂർത്തിയാക്കി ശാരീരികമായി വലിയ അവശത അനുഭവപ്പെട്ടു റൂമിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അപ്പോ ദുൽഹിജ്ജ 13-നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ ബാഫക്കി തങ്ങൾ പിന്നെ ഹറമിലേക്ക് കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. കൂടെയുള്ളവരൊക്കെ പറയുന്നു പോകരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഏതായിരുന്നാലും അവരുടെ നിർദ്ദേശങ്ങൾ ഒന്നും സ്വീകരിക്കാതെ ഒരുപാട് ജമാഅത്തുകളിലൊക്കെ പങ്കെടുത്ത് അവസാനം ദുൽഹിജ്ജ 13 എന്ന് പറഞ്ഞാൽ മിനയിൽ നിന്ന് കല്ലെറിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചു പോരുന്ന സമയമാണ്. ആ ദിവസമാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ജന്നത്തുൽ മുഅല്ലിൽ മഹദിയായിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉംറയ്ക്ക് പോയ ആളുകളൊക്കെ ബാഫക്കി തങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടാകും. അവിടെ ചില കബറുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട CH തൊയ്വൈസിക്ക് കൃത്യമായിട്ട് അവിടെ ഓരോ കബറുകളും തിരിച്ചറിയാൻ സാധിക്കും. ഞാനൊരു പ്രാവശ്യം പോയപ്പോൾ ബാഫക്കി തങ്ങളെ കബറ് അത് റിയൽ കാണിച്ചു തരികയും അവിടെ സിയാർത്ത് ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു ധന്യജീവിതം കാഴ്ചവെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഇവിടെ പറയുന്നത്. ബാഫക്കി തങ്ങളുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മതഭക്തിയോടുകൂടിയുള്ള രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയ ജീവിതത്തിൽ മതം നഷ്ടപ്പെടാതെ എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരികയും ചെയ്തവരാണ്. ആ മാതൃകയാണ് പണ്ഡിതനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും നമ്മൾ ഉൾക്കൊണ്ടത്. ഒരു അരാഷ്ട്രീയവാദിയായും മാറാൻ പാടില്ല. നമ്മളൊക്കെ രാഷ്ട്രീയ രംഗത്ത് നല്ലൊരു കാഴ്ചപ്പാടുള്ള ആളുകളായി മാറും. മൗലവിമാർ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ പാടില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. നമ്മളൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആളുകളായി മാറും. കേരളത്തിന് പുറത്തൊക്കെയുള്ള MP-മാരിലും MLA-മാരിലൊക്കെ ഒരുപാട് മൗലവിമാരും നജീബിമാരും പണ്ഡിതന്മാരൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ മതബോധത്തോടു കൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഉറച്ച് പറയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ MSF-ൻ്റെയും നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും ഒക്കെയായി മാറേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ബാഫക്കി അനുസ്മരണ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ലത്തീഫ് മുസ്ലിയാരെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. മുബാറക്കായ ഒരു സബക് മഹാനായ മർഹൂം സയ്യിദ് ബാഫക്കി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിക്കുകയും മറ്റും ചെയ്യുന്നതായി സാസ് അള്ളാഹു കബൂലായി സ്വീകരിക്കട്ടെ. ഇതിനെ ബന്ധപ്പെട്ട ആളുകൾ ഒരു ഗാനം രചിക്കാൻ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് രചിച്ചതാണ്. കുറവുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. മഹൽ ദീപമേ മക്കയിൽ മറഞ്ഞ നിലാവേ മഹബൂബരാം പൊന്നും ബാഫഖിയോരേ. മഹൽ ദീപമേ മക്കയിൽ മറഞ്ഞ നിലാവേ മഹബൂബരാം പൊന്നും ബാഫഖിയോരേ. മഹത്വമീസൽ വഴിയിൽ പ്രഭാവീഷിയോരേ മഹാനരാം സയ്യിദ് അഹ്ൽ ബൈത്തിൻ ജീവേ. മഹൽ ദീപമേ മക്കയിൽ മറഞ്ഞ നിലാവേ മഹബൂബരാം പൊന്നും ബാഫഖിയോരേ. സമസ്ത തൻ വഴിയിൽ സദാ സഞ്ചരിച്ച് സൽഗുണരായി നയിച്ച പ്രഭാവേ
സമസ്ത തൻ വഴിയിൽ സദാ സഞ്ചരിച്ച് സൽഗുണരായി നയിച്ച പ്രഭാവേ ദിശ തെറ്റിടാതെ ഈ സമുദായം പിന്നിൽ അവർക്കൊപ്പം നിന്ന സ്മരണ നിറഞ്ഞേ ദിശ തെറ്റിടാതെ ഈ സമുദായം പിന്നിൽ അവർക്കൊപ്പം നിന്ന സ്മരണ നിറഞ്ഞേ മഹൽ ദീപമേ മക്കയിൽ മറഞ്ഞ നിലാവേ മഹബൂബരാം പൊന്നും ബാഫഖിയോരേ വിശാല മനസാൽ വിതറി സന്ദേശം വിവേകമിൽ ഉമ്മത്തിൻ നൈസാനിധിയേ മതമൈത്രി കാത്തേ മനം കുളിരണിഞ്ഞേ മഹാനരണയിൽ ഇരു കണ്ണിറഞ്ഞേ മതമൈത്രി കാത്തേ മനം കുളിരണിഞ്ഞേ മഹാനരസ്മരണയിൽ ഇരു കണ്ണിറഞ്ഞേ മഹൽ ദീപമേ മക്കയിൽ മറഞ്ഞ നിലാവേ മഹബൂബരാം പൊന്നും ബാഫഖിയോരേ മഹത്വമീ സൽവഴിയിൽ പ്രഭാവീഷിയോരേ മഹാനരാം സയ്യിദ് അഹിൽ ബൈത്തിൻ ജീവേ വാഖിറു ദവാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വാക്കുകൾ കൊണ്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് പ്രതിനിധി ഹൈദർ ഹാജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള ഉസ്താദുമാരെ, നേതാക്കളെ, വളരെയധികം സന്തോഷകരമായ നിമിഷം എന്ന് ഭംഗിവാക്ക് പറയില്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ വർത്തമാന കാലഘട്ടത്തെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ എല്ലാത്തിനും പ്രചോദനമാവേണ്ടതും മാതൃകയാക്കേണ്ടതുമായ വലിയൊരു ജീവിതത്തിൻ്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഈ സ്വദേശി റേഞ്ച് ധന്യമാക്കിയത്. ഇവിടെ നടന്ന പ്രസംഗവും ഇവിടെ നടന്ന അവസാനം നടന്ന വരികളും ഇവിടെ ചായ കൊടുത്തതും കൂടിയതും ഒരിക്കലും വെറുതെയാവുന്നില്ല. ആ മഹാനവറുകളെ സ്മരണയോടുകൂടി ഈ ഭിത്തികൾക്കുള്ളിൽ നമ്മൾ സമയം ചെലവഴിച്ചത് ഒരിക്കലും വെറുതെയാവുകയുമില്ല. പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും എവിടെയും ചേർത്ത് വെക്കാനും പറയാനും പറ്റിയ ഒരു നേതാവിനെ തന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വദേശി ദർശൻ്റെ സംഗമം ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ കാരണന്മാരെപ്പോഴും പറയും, പള്ളികളിൽ ദർസുണ്ടാക്കുന്നത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം, രണ്ടെണ്ണോ, മൂന്നെണ്ണോ കുറച്ച് ആളുകൾ, നാട്ടിലെ കുട്ടികൾ അതിലേക്കൊന്ന് പഠിച്ചു വന്നാൽ അത് നാടിന് വലിയൊരു സമ്പത്താണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്പത്തിന് ഭാഗ്യം കിട്ടിയ ആളുകളാണ് ഈ സദസ്സിൽ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാടിന് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവം അത് തന്നെയാണ്. ഇപ്പം എൻ്റെ മഹലിലടക്കം കഴിഞ്ഞ അബൂ ഫൈസിക്ക് അറിയാം, ദർസിലെ കുട്ടികളും പള്ളിയിൽ ഉസ്താദോട് പോയപ്പോൾ ഒരു മരണം നടന്നപ്പോൾ ഒരു തൽബിയത്ത് ചൊല്ലിക്കൊടുക്കാൻ മരിച്ചപ്പോഴുള്ള സമയത്തുള്ള കാര്യങ്ങൾ നടത്താൻ വരെ ഒരാളില്ല. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ് ആകെ ഈ റേഞ്ചിലുള്ളത് 18 സ്വദേശിയുള്ള ആളുകളാണ് ഈ റേഞ്ചിലുള്ളത്, നാട്ടുകാരായിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പം അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പം നമ്മൾ നാട്ടും പുറത്ത് ഇപ്പോൾ ബഹുമാനം നമുക്ക് വലിയ പ്രതീക്ഷ ഉള്ളത്, നമ്മൾ അബ്ദുറഹ്മാൻ ബഷീർ പോലത്തെ ആൾക്കാരൊക്കെ സ്വദേശി ദർത്തിൽ സജീവമായിട്ട് രംഗത്തുണ്ട്. നാട്ടിലെ കുട്ടികൾക്ക് കഴിയുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന് നമ്മൾ സംസ്ഥയുടെ ഒരു ഭാഗം തന്നെയാണ് സ്വദേശി ദർശനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് ആവശ്യമില്ലാത്ത ഈ ചർച്ചകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളെ പൂർവികർ എന്താണോ ഉന്നം വെച്ചത് അതിലേക്ക് എത്തുവാൻ ഈ കാലഘട്ടത്തിൽ
ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഉസ്താദ്മാർക്ക് ക്ലാസ് എടുക്കുകയല്ല, പക്ഷെ വിഷമം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഏത് വഴിക്ക് പോയാലും നെഗറ്റീവ് ചകഞ്ഞുകൊണ്ട് അതിനെ ചർച്ചയാക്കുന്ന ഒരു രൂപം, അത് പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്, സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ രാഷ്ട്രീയ നിലപാടുകൾക്കും ഒരു നിലവാരമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആത്മീയ സദസ്സുകൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അത് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കും. ആ സമയത്തും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഈ രൂപമാക്കിയ ഇതിൻ്റെ സംഘാടകരെയും പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട റേഞ്ച് സെക്രട്ടറി അഷ്റഫ് ഫൈസി, നമ്മുടെ സ്വദേശി റേഞ്ച് കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ മുസ്ലിയാർ, അതുപോലെ തന്നെ പറപ്പൂതരത്തെ ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗം തങ്ങൾ, നമ്മളേതായാലും അൽഹംദുലില്ലാഹ് ആദ്യം നമ്മുടെ പരിപാടി അറേഞ്ച് ചെയ്തു. പക്ഷെ അന്ന് മഴയും ഒക്കെ ആയിട്ട് അസൗകര്യങ്ങളൊക്കെ ചേർന്ന് നമ്മൾ പരിപാടി നടക്കാതെ പോയെങ്കിലും നമ്മളെ റേഞ്ചിൽ ഏകദേശം 40 സ്വദേശികൾ ഏകദേശം ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ കണക്ക് നോക്കിയപ്പോൾ ഏകദേശം 23 ആളുകൾ നമ്മുടെ പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പ്രതിനിധികളും വിജയിപ്പിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ള ആളുകൾ ചിലപ്പോൾ ചില അസൗകര്യങ്ങൾ കാരണമായിരിക്കാം പങ്കെടുക്കാതിരുന്നത്. ഏതായിരുന്നാലും നമ്മുടെ ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങൾക്കാണ് ആദ്യമായിട്ട് നമ്മുടെ സ്വദേശി കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇന്ന് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ള പ്രയാസം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വകവെക്കാതെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഹംസ റഹ്മാനി, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി, നമ്മുടെ പറപ്പൂത്തടം മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം തുടങ്ങിയ ആളുകൾക്കെല്ലാം എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഭാവന ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വിട്ടുപോയവരുണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കണം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും കാര്യങ്ങളൊക്കെ നമ്മളാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫണ്ട് ബാക്കിയുണ്ടെങ്കിൽ പോലും അത് നമുക്ക് അവിടെ വെച്ചാൽ അടുത്ത എന്തെങ്കിലും പരിപാടി വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ചില ആളുകളൊക്കെ അത് എഴുതിയിട്ട് തന്നവരുണ്ട്. ഇനി എഴുതിയാൽ ആരെങ്കിലും തരാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവർ കൂടി ഇന്നത് ഏൽപ്പിച്ചിട്ട് പോകണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് 3 സ്വലാത്തോടു കൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ ഈ പുതിയ കമ്മിറ്റിയുടെ വരുമാനത്തിലേക്ക് വേണ്ടി നമ്മൾ ഐദ്രു ഹാജി ഒരു 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വരും വർഷം ഇതിലും വിപുലമായി ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങളെ അനുസ്മരണം നടത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ രൂപത്തിലൊന്നും നടത്തിയാൽ പോരാ, അത്രയും മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ. ഇൻഷാ അല്ലാഹ് വലിയ പരിപാടി നടത്തണം, എല്ലാവരും സഹകരിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.